ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരു മുട്ടയും പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ മുട്ട ചേർത്തിട്ടില്ല. നമ്മുടെ പാലും പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദയിലേക്ക് ഇത് കുറച്ചായി ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഇത് ഒന്നുകൂടി നല്ല പോലെ സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ബട്ടറും ചേർത്ത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിഞ്ഞു കിട്ടുന്ന രൂപത്തിലായിരിക്കണം ഈ മാവ് വേണ്ടത്. നമുക്കിത് ഒരല്പം വെജിറ്റബിൾ ഓയിലും ഇതിന് മുകളിൽ ചേർത്ത് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 2 മണിക്കൂർ മതിയാകും. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായി ഒരല്പം മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ല പോലെ അതൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ എനിക്ക് 5 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് പരത്തി ഉരുട്ടിയെടുക്കണം. കൈകൊണ്ട് തന്നെയാണ് അത് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കാം. അത് എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായി കൈവച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ചെയ്തെടുക്കാം. എല്ലാം
ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഈ ബണ്ണ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ട്രേ തന്നെ വേണമെന്നില്ല, നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം എടുത്താലൊക്കെ മതിയാകും. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്നുകൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിന് മുകളിൽ ഒരു നനഞ്ഞ തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചോ നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ ആ നേരത്തെ മാവ് കുഴച്ച ആ പാത്രം തന്നെ വെച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഇവിടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിന് വേണ്ടി ഒരു മുട്ട എടുത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്കിത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്പൂണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ബ്രഷ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഭാഗവും നല്ലപോലെ സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ബണ്ണിനും എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ വെള്ള എള്ളെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിൽ വെള്ള എള്ളുള്ളത് കൊണ്ട് ഞാൻ ചെയ്തെന്ന് മാത്രം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റായ ഓവനിലേക്ക് നമ്മുടെ ഈ ട്രേ വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഓവൺ ഇല്ല എങ്കിൽ നമുക്കിത് നോൺ സ്റ്റിക്ക് പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സാണ് കൊടുക്കുന്നത്, ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 40-45 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബന്നൊക്കെ നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ നല്ലപോലെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓവണിൽ നിന്നും ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഈ ചൂടോട് കൂടിയുള്ള ടൈമിൽ തന്നെ നമുക്കിതിന് മുകളിൽ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ നല്ല പോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബണ്ണ് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള എഗ് ബർഗർ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ബണ്ണിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നോക്കാം. ബണ്ണിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.